പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് മരിച്ച 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. പനയൂർ സ്വദേശികളായ ആൽഫ്രഡ്, എമിലി എന്നിവരാണ് ഇന്നലെ ചികിത്സയിലിരിക്കെ മരിച്ചത്. മൂത്ത സഹോദരി അലേനയും അമ്മ എൽസിയും ഇപ്പോഴും ചികിത്സയിലാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഏതാണ്ട് 9 മണിയോടുകൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ശേഷം ഈ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 2 മൃതദേഹങ്ങൾ, ഈ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്, മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം പാലന ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഇവരുടെ ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം 24-നോട് പറഞ്ഞിരുന്നു. അമ്മ എൽസിയും മൂത്ത സഹോദരിയും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർ എറണാകുളത്ത് ആശുപത്രിയിലാണുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ, അതായത് ഈ മൂത്ത കുട്ടിക്കെങ്കിലും ഈ മൃതദേഹങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇനി സംസ്കാരം വൈകിപ്പിക്കുന്നത്. സംസ്കാരത്തിന്റെ കാര്യം അടുത്ത ദിവസം തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. അട്ടപ്പാടിയിലായിരിക്കും. ഇവർ അട്ടപ്പാടി സ്വദേശികളാണ്. ചിറ്റൂർ പനയൂരിൽ, ഇത്തരത്തിൽ അത്തിക്കോട് പനയൂരിൽ വന്ന് താമസമാക്കിയവരാണ്. ഏതാണ്ട് 5 വർഷമായി ഈ മേഖലയിൽ ഇവർ താമസിക്കുന്നു. എന്തായാലും ഈ കുട്ടികളുടെ അച്ഛൻ, അതായത് എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ, ഏതാണ്ട് 1.5 മാസം മുൻപാണ് ക്യാൻസർ ബാധിതനായി മരിച്ചത്. ഇനി മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിച്ച ശേഷം അടുത്ത ദിവസം, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അട്ടപ്പാടിയിൽ കൊണ്ടുപോയി സംസ്കാരമാണ് തീരുമാനം. സങ്കടകരമായ കാര്യമാണ്. കുടുംബത്തിന്റെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തിരികെ വന്നതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.